അപ്പോഴേ ഈ കാണുന്നത് നമ്മളുടെ അബിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇതൊരു പോട്ടിലാണ് നട്ടേക്കണേ. ഒരു 10 ഇഞ്ച് സൈസിലുള്ള പോട്ടിലാണ് നമ്മൾ അബിയു നട്ടേക്കണേ. അപ്പം അതിന്ന് റീപോർട്ട് ചെയ്യാൻ പോകാം കേട്ടോ. 10 ഇഞ്ചിൽ നിൽക്കുന്ന ഈ അബിയുവിനെ നമ്മളൊരു 18 ഇഞ്ചിലേക്ക് നമ്മൾ റീപോർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം അതിന് പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് തവിട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണക്ക ചാണകപ്പൊടി, അതിന് ശേഷം നമ്മൾ ആട്ടും കാഷ്ടം ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വേപ്പും പിണ്ണാക്കിട്ടു. പിന്നെ ഉള്ളത് മണ്ണിട്ടു കേട്ടോ. പിന്നെ നല്ല ചുമന്ന ഈ കല്ലുകളൊന്നും ഇല്ലാത്ത നല്ല മണ്ണിട്ടു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് എല്ലുപൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പോട്ടി മിക്സ് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കി മറിച്ച് കൊടുക്കാം. അത്യാവശ്യം നമ്മൾ ചെടിച്ചട്ടി നടന്നുകൊണ്ട് തന്നെ നല്ല അടിവളവും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് വേണം നമ്മൾ ചെടി വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഇനി നമ്മൾ ഇതിൽ കൂടുതലായിട്ട് നമ്മൾക്ക് ഇതുപോലത്തെ വളങ്ങൾ ഇടാൻ പറ്റില്ല. നമ്മൾ ലിക്വിഡ് ടൈപ്പിലുള്ള വളങ്ങളാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാറ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചട്ടിയുടെ ഡ്രെയിനേജ് ഉറപ്പാക്കാൻ വേണ്ടി ഇതുപോലെ ഓടും കഷ്ണം പൊട്ടിച്ചിട്ട് അതിൻ്റെ താഴെ നമ്മളിതുപോലെ വിരിച്ചിട്ടുണ്ട്, ഡ്രെയിനേജ് കറക്റ്റായി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഈ അടുക്കളയിൽ നിന്ന് നമ്മുടെ പച്ചക്കറികൾ, അതായത് ഈ പച്ചപ്പയറൊക്കെ പൊളിച്ചിട്ടുള്ള തൊലിയും കാര്യങ്ങളെല്ലാം നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അടിയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല മണ്ണിളക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കാൻ വേണ്ടി അതും കുറച്ച് ഇട്ട് കൊടുത്തു. അതിന് മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് നമ്മളിതുപോലെ വാരിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു കുറച്ച് അതിൻ്റെ അടിയൊന്ന് ലെവലാക്കിയതിന് ശേഷം നമ്മുടെ നിലവിൽ നിൽക്കുന്ന അബിയുടെ ചട്ടിയിൽ നിന്നും മെല്ലെ ഇളക്കിയെടുക്കുകയാണ്. ചട്ടിയുടെ ചുറ്റും ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ച് കൊട്ടിയെടുത്ത് മേൽഭാഗത്ത് മെല്ലെ ഒന്ന് തട്ടി കൊടുത്തതിന് അതേ ഇതുപോലെ ഒട്ടും മണ്ണുകളൊന്നും ഇളകി പോവാത്ത രീതിയിൽ നമുക്കിതെടുക്കാം. പിന്നെ ഇനി ഇതെടുത്ത് നേരെ നമ്മളുടെ ചട്ടിയിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഇടഭാഗങ്ങളിലുള്ള ഗ്യാപ്പുകളിലേക്കൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ പോട്ടി മിക്സ് ഇത് നമ്മൾ തയ്യാറാക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലുള്ള അടിവളവും കാര്യങ്ങളെല്ലാം ചേർത്തിട്ടാണ് ഈ പോട്ടി മിക്സ് തയ്യാറാക്കിയത്. ചട്ടിയിലായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇതുപോലുള്ള വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചട്ടി പെട്ടെന്ന് നിറഞ്ഞ് ഫില്ലായി പോവും. പിന്നെ നമ്മൾ ലിക്വിഡ് ടൈപ്പിലുള്ള വളങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യാറ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചട്ടി ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയ പോട്ടി മിക്സൊക്കെ റെഡിയാക്കി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മനസ്സിലെ ഏറ്റവും ഒരു ആഗ്രഹമാണ് നമ്മുടെ വീടിന് ചുറ്റും ഇതുപോലെ പോട്ടുകളായിട്ട് ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ച് പോട്ടി നിർത്തി തന്നെ കായ്പ്പിച്ചെടുക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു അതിനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ചെറിയ കളക്ഷനുകളെല്ലാം ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അത്യാവശ്യം ഒന്ന് ആയി കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.